കഥയിലൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാനാണ് സാന്റ. കർത്താവേ, എന്റെ കൈയും കാലും വിറയ്ക്കണ്. വെൽക്കം ടു റോസസ് ടോക്ക് സ്റ്റേജ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ നമ്മള് പോകാൻ പോണത് എവിടെയാണെന്ന് അറിയാമോ? നമ്മള് ചമ്പന്നൂർക്ക് പോകാൻ പോണത്. ദാറ്റ് മീൻസ് എന്റെ വീട്ടിലേക്ക്. അവിടെ പപ്പേനെയും അമ്മച്ചേനെയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വന്നിട്ട് 2 ദിവസമായി. എനിക്കാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ വീട്ടിലുള്ള സമയത്ത് അമ്മച്ചിയും പപ്പയും വിളിച്ച് അപ്പോഴും ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടണില്ല, ഞങ്ങൾ ഫോൺ എടുക്കണില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ മെസ്സേജ് അയച്ചു, ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയേക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പൊ അങ്ങനെ കുറെ നുണയും സംഭവങ്ങളൊക്കെ നടന്നിട്ടാണ് ഇനിയിപ്പോ നമ്മൾ പോകാൻ പോണേ. നമ്മൾ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ബിബിൻ ചേട്ടനാണ്. മാർലി എന്നാണ് ചേട്ടന്റെ പേര്. നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ നെയ്ബറാണ്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ റിയൽ സാന്റ ആരാന്ന് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് ഒരു കഥയിലൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. സർപ്രൈസ് ആയിരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇതുവരെയുള്ള എല്ലാ സർപ്രൈസും അടിപൊളിയായി. ഇനിയിപ്പോ ഇതും കൂടെ നൈസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 out of 10. അപ്പൊ നമ്മളിനി അവിടെ ചെന്നിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് കരോള് നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. 7:05. ഇവിടുന്ന് ഒരു അറൌണ്ട് ഒരു 20-25 മിനിറ്റ്സ് ഉണ്ട്. നമ്മള് ബ്ലോക്കും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്തൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അടുത്ത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന അധികം വെച്ചിട്ട് എല്ലാവരും കൂടുതൽ വീട്ടിലകത്തിരുന്ന് പ്രാർത്ഥന അധികമാണ്. അപ്പൊ അത്രയും ലേറ്റ് ആകുമല്ലോ. അതായത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്നൊന്നും അറിയാൻ പാടില്ല. ഭയങ്കര ആർക്കും അറിയാൻ പാടില്ല. വിഭജനമല്ലാതെ ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ഞങ്ങൾ വരാനായിരിക്കും. നമ്മൾ ലക്കിയാണോ അൺലക്കിയാണോ അറിയാൻ പാടില്ല. പപ്പാരി ഇല്ല നിലവിൽ അവിടെ. അപ്പൊ അതുകൊണ്ട് അറിയാൻ പാടില്ല. അതായത് വിഭജന എനിക്ക് എല്ലാം അപ്പാപ്പ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. സെറ്റാണ്. ഹലോ, മെറി ക്രിസ്മസ്. എവിടെ ജിജാനി? ഞാൻ മുടി ഒന്ന് കെട്ടട്ടെ. ജിജി ആന്റി, കർത്താവേ, എന്റെ കൈയും കാലും വിറയ്ക്കണ്. ഞാനാണ് സാന്റ. ഇത് മനസ്സിലാവോ? മതി. സെറ്റാണ്. മതി. കട്ട് ചെയ്തോ. അപ്പൊ നമ്മളിവിടെ സാന്റാക്ലോസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അത് വിപിൻ ചേട്ടനാണ്. ആരാ? വിപിൻ ചേട്ടനല്ലേ? അപ്പൊ വിപിൻ ചേട്ടൻ വന്നേക്കാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് നമ്മള് സെറ്റായിട്ട് പോവാം. പോലെ റിച്ചു Merry Christmas! Merry ഹലോ, എനിക്കത് ലാൻഡ് ചെയ്തു. നീ പറയാണ്ട് വന്നിന്ന് കേക്ക് കുറിച്ചെടുത്ത
മനസ്സിലായോ? ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ളതാണ് കേട്ടോ. നിന്നെ കണ്ടിട്ടില്ലേ ഇതുവരെ? നീ കണ്ടില്ലേ? മനസ്സിലായ? മനസ്സിലായ? മെറി ക്രിസ്മസ്. എന്താണ് ദാസുകുട്ടി? ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് രാത്രി വന്നു. മാമക്ക് എങ്ങനെ മനസ്സിലായേ? ഞാൻ എക്സ്പ്രഷൻ ഇട്ടാൻ വേണ്ടി തന്നെ. ആര് പറഞ്ഞ അവിടെ പറഞ്ഞേട്ടാ? എങ്ങനെ അറിഞ്ഞേ? മിനിങ്ങാന്ന് ആരും അറിയില്ല. സർപ്രൈസ് അല്ലേ? ഏയ് ഞങ്ങളിപ്പോ വന്നോളൂ. ആണോ? മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. ഇത് ഇവരെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം കണ്ടിട്ടില്ല. എന്നാലും ഞാൻ നോക്കാൻ ഏവരാവുന്നു. അപ്പൊ ഞാൻ ഇവളോട് സംശയം പറഞ്ഞു അത് തന്നെയാണ് പറയാറ്. മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. സൗണ്ട് അറിയില്ല. ആണോ? കുഴപ്പമില്ല, എനിക്കും വയ്യ. സെയിം പിച്ച്. ഏയ് വന്ന വഴി ഇതാ മാട്ടിച്ചേട്ടനാന്ന് പറഞ്ഞ തുള്ളല് കണ്ടില്ലേ? ആര് പറഞ്ഞു? ഈ ചേച്ചി വിപിൻ ചേട്ടൻ അറിയായിരുന്നു. വിപിൻ ചേട്ടൻ അപ്പാപ്പ അപ്ഡേറ്റ് ചെയ്യായിരുന്നു. റിയാന്റെ വീടെത്തി. റിച്ചു ഉണ്ട്, റിച്ചു ഇല്ല, പപ്പയുണ്ട്. പള്ളിന്ന് ഇറങ്ങി ഇത്ര മിനിറ്റിലെത്തും, ഇത്ര മിനിറ്റിലെത്തും. വണ്ടി ബാബുച്ചേട്ടൻ്റെ ഉള്ളു. ബാബുച്ചേട്ടനെ കണ്ടു. പപ്പയ്ക്ക് എന്താ തോന്നിയേ? ഒന്നും തോന്നിയില്ലേ? അതെന്താ? ഫൈനലി വി ആർ ബാക്ക് ഹോം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു, അപ്പൊ മമ്മിയും പറഞ്ഞു ശരിയായിരിക്കും, ഇവർക്ക് പറയാൻ പറ്റില്ല, ഇവര് സർപ്രൈസ് ഒക്കെ ഒപ്പിക്കും പറഞ്ഞാണ്. Listen carefully to hear the story. നീ പറയും. എന്തൊരു പറയാനുള്ള? ബാലിക്ക് പോയപ്പോ ടിക്കറ്റ് അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് സർപ്രൈസ് ഇവര് നാട്ടിലേക്ക് വരാവോ? അപ്പൊ പപ്പ പറയുന്നത് ബാലിയുടെ ടിക്കറ്റ്. അപ്പൊ ഇന്നിപ്പോ പപ്പോട് ഞാൻ പറഞ്ഞേ അതെങ്ങളൊന്നും വിളിച്ചില്ല, പോയി വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവന് വയ്യാന്ന് പറയുന്നുണ്ട്, മരിയയ്ക്കും വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് വിളിച്ചത്. അപ്പൊ കൊറേ നേരം ബെല്ലടിച്ചു. അപ്പൊ മമ്മീനെ വിളിച്ചപ്പോ പറഞ്ഞു ആ ഇവിടെ അത് ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. മമ്മി വിളിക്കട്ടെ സിനിമയ്ക്ക് പറയുന്നത്. അപ്പയ്ക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. സിനിമയിലാണ്, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതെ. അവര് പുറത്തേക്ക് എങ്ങാണ്ട് പോയിണ്ടാവുള്ളൂ. അപ്പൊ മമ്മി ശരിയെന്ന് ശരി. പ്രശ്നമുള്ളൂ. അല്ല അമ്മച്ചീനെ ഒരു പ്രാവശ്യം ഓടിക്കോളി ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞാ. ഞങ്ങള് കരിയാമർമ്മത്തിന് 30 വരണം. അപ്പൊ ഈ പൊടുക്കത്തെ ഹോണടി ഓസ്ട്രേലിയയിൽ അങ്ങനെ ഹോൺ അടിക്കില്ലേ? ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വോയിസ് അയച്ചത്. എന്നാലും ഞാൻ അത് ശ്രദ്ധിക്കില്ലേ. നേരെ ബാലിന്ന് ഇങ്ങോട്ട് ഇനി നേരെ 4 ദിവസം ലീവ് ഇല്ല. 1 മാസത്തെ ലീവാണ് പറഞ്ഞു വെച്ചത്. അത് 2 മാസം മുമ്പ്. ഞാനെല്ലാവരോടും അങ്ങനെ ഓഗസ്റ്റ് അമ്മച്ചിക്ക് മനസ്സിലായി. കാരണം അമ്മച്ചിക്ക് ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ബാലി പോയിട്ട് പിന്നെ എങ്ങനെയാണ് അങ്ങനെ അമ്മച്ചി ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. പറഞ്ഞ് അമ്മച്ചിക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ഇത്തിരി. അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു ബാലിന്ന് വന്നു ലാൻഡ് ചെയ്തു. അപ്പൊ ഞാൻ വിളിച്ചു ഡ്യൂട്ടിക്ക്. ഞങ്ങളൊന്ന് പുറത്തേക്ക് വീട്ടിലല്ലേ? അടുത്ത് നമ്മുടെ വീട്. അപ്പൊ അത് കഴിഞ്ഞ് വിളിക്കാം. ഉണ്ണി ഒന്ന് പോയാ
മരിയ ഷാരോൺ വന്നിട്ടുണ്ടാ 38 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവര് ചിലപ്പോ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. മരിയെ വിളിച്ചോടിന്ന് ചോദിച്ചു. ശനിയെ വിളിക്കണ്ട, അവള് ഈ വൈകുന്നേരം വരെ എന്നെ ചാറ്റ് ചെയ്തോണ്ടിരുന്നതാ. എന്നിട്ട് പോലും അവള് മിണ്ടിയില്ല. കരോണ്ടൊപ്പം വന്ന് ഞാൻ പപ്പാങ്ങിയായിട്ട് പപ്പാങ്ങി ഒന്ന് ഡാൻസ് കളിക്കാം. അപ്പൊ ഞാൻ വിളിച്ചെന്ന പപ്പാങ്ങിയുടെ ഞാൻ ഡാൻസ് കളിക്കാന്ന് വെച്ച് 2-3 സ്റ്റെപ്പ് സിറ്റ് ഔട്ടിലൊക്കെ നിന്നെടുത്ത് മേടിച്ചത് ഏത് പപ്പാങ്ങിയാവുന്ന്. അപ്പൊ പപ്പ വിളിച്ചേ, പപ്പ പറഞ്ഞു ഇത്ര നേരം പപ്പാങ്ങി ഉണ്ടായില്ല, ഈ പപ്പാങ്ങി ഇപ്പൊ എവിടുന്നാ വന്നേ? കൊച്ചു പറഞ്ഞു ഈ പപ്പാങ്ങി ഏതാവും, ഈ പപ്പാങ്ങിയുടെ കൈക്ക് ഭയങ്കര വെളുപ്പുണ്ട്, ഇത് ഏത് പപ്പാങ്ങിനാവും പറഞ്ഞു. മൂടി തുറക്കണേ. അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മേരിന്റെ ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോ മേരിന്റെ തട്ടി ഇത് ഏത് ആൺകൊച്ചി, ഈ ആൺകൊച്ചി എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നേക്കാണോ. അപ്പൊ നമ്മൾ എന്തായാലും ഇനി നെക്സ്റ്റ് എല്ലാവരും സർപ്രൈസ് ചെയ്ത് അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് വന്നതാണോ അതോ സാന്റാക്ലോസ് ആയിട്ട് വന്നതാണോ? നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ടേന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്ക് സ്ട്രീറ്റ്.